നമസ്കാരം. മിനിഞ്ഞാന്നാണ് ഷിംജിത മുസ്തഫ എന്ന ഒരു സ്ത്രീയുടെ ക്രൂരതയ്ക്കിരയായി ദീപക് എന്നൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. രാഹുൽ ഈശ്വർ പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന വേണമെന്ന് പല തവണയായി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, കുടുംബമുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഈ പുരുഷ സമൂഹത്തിന് വേണ്ടി പലപ്പോഴും വാദിച്ച് പരിഹസിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. എന്നാൽ രാഹുൽ ഈശ്വറിനെ പരിഹസിച്ച പലരും ഇപ്പോൾ ഈ ദീപകിൻ്റെ മരണത്തോടു കൂടി നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഈ ദീപകിൻ്റെ മരണത്തിനു ശേഷം പുരുഷന്മാർക്കുള്ള ഒരു അരക്ഷിതാവസ്ഥയെക്കുറിച്ച് പലർക്കും ബോധം വന്നു തുടങ്ങിയിരിക്കുന്നു. ആത്മഹത്യ ചെയ്ത ദീപകിൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഈശ്വറും മുകേഷ് നായരും ഉൾപ്പെടെയുള്ളവർ നാളെ അവിടെ എത്തുമെന്നും അവരുടെ കുടുംബത്തിന് വേണ്ട നിയമസഹായവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ചെയ്യുമെന്നുമാണ് രാഹുൽ ഈശ്വർ DNA ന്യൂസിനോട് പറഞ്ഞത്. ആ ഓഡിയോയിലേക്ക് താങ്കൾ ഇന്നലത്തെ ദീപകിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അറിയാൻ വേണ്ടിയിട്ടാണ്, താങ്കളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. മൂന്ന് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ദീപകിന്റെ മരണം യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മർഡർ അല്ലെങ്കിൽ സാമൂഹിക കൊലപാതകമാണ്. ഒരു സോഷ്യൽ മീഡിയ മർഡർ എന്നോ പറയാം. ദീപക് എന്ന വ്യക്തിയെ അധിക്ഷേപിച്ച് അപമാനിച്ച് ഇല്ലാതാക്കി അവന്റെ ജീവിതം ഇല്ലാതാക്കി ആ പെൺകുട്ടിയെ, പേര് പറയുന്നില്ല, ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം, അതിന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതുകൊണ്ട് അതിശക്തമായ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. പക്ഷെ ഓർക്കുക, പെൺകുട്ടിയോട് പ്രതികാരമല്ല ദീപകിനോടുള്ള നീതിയും നിയമവും അനുശാസിക്കുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടിക്കെതിരെ ഇടണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ദീപകിന്റെ ഫാമിലിക്ക് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ നാളെ കൊടുക്കുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് ദീപകിന്റെ ഫാമിലിക്ക് കൊടുക്കണം. കാര്യം ആ വീട്ടിൽ വേറെ ആരും ഇല്ല, അവരുടെ ജീവിതവും ജീവനും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും കൊടുക്കണം. 3, ഇനിയെങ്കിലും മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം. ദീപകിന്റെ മരണത്തിൽ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ടാണ്? കാര്യം ദീപക് അധിക്ഷേപം വന്നുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഹെൽപ്ലെസ് ആയതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയും അതിന് നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കളും ഇതുപോലെ സൈബർ ബുള്ളിങ് വളരെ ക്രൂരമായി നേരിട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ ഇനിയും അന്ന് ഈ മെൻസ് കമ്മീഷനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ പലരും പുരുഷന്മാർ പോലും പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് പലരും അനുകൂലമായിട്ട് വരുന്നു. അതിനെങ്ങനെ നോക്കി കാണുന്നു? സ്വീകാര്യത മുഖ്യധാരാ മാധ്യമങ്ങളിലും മുഖ്യധാരാ ഡിജിറ്റൽ മാധ്യമങ്ങളിലും താങ്കളുടെ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലും വരുന്നത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമോ മതപരമോ സാമുദായികമോ വർഗീയമോ ഒന്നുമല്ല. ദീപകിന്റെ അടക്കം മരണത്തെ വർഗീയവൽക്കരിക്കരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത്, സാമുദായികവൽക്കരിക്കരുത്. ഇത് പുരുഷൻ അനുഭവിക്കുന്ന വേദനകളുടെ പ്രശ്നമാണ്. നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റ് കൂടുതലായി. അടുത്തൊരു 2 മിനിറ്റിനുള്ളിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുരുഷൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷനും ഓരോ 11 മിനിറ്റിലും ഒരു സ്ത്രീയും ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ്. അത്ര ഗൗരവമാണ് ഈ വിഷയം. രാജ്യസഭയിൽ ഓൾറെഡി ഈ ബില്ല് അവതരിപ്പിച്ചു. കേരള നിയമസഭയുടെ പരിഗണനയിലാണ് ആ ബില്ല്. അതുകൊണ്ട് അടിയന്തരമായ ബില്ലുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് അഭ്യർത്ഥന, പുരുഷ കമ്മീഷൻ ബില്ലുമായി. അപ്പൊ ഇതിപ്പോ നമ്മുടെ ദീപകിന്റെ വീട്ടിലുമായിട്ടുള്ള അവർക്ക് എല്ലാവിധ പിന്തുണയും ദീപകിന്റെ വീട്ടിലെത്തുന്നുണ്ട്. ഇന്ന് ഞാൻ വീട്ടുകാരോട് സംസാരിച്ചു, ബന്ധുക്കളോട് സംസാരിച്ചു. നാളെ ഇപ്പൊ ഞാൻ ഹൈദരാബാദിലാണ്, നാളെ രാവിലെ ദീപകിന്റെ വീട്ടിൽ. ഓക്കെ താങ്കൾ തിരക്കിലാണെന്ന് അറിയാം. എന്തായാലും ഈ തിരക്കിനിടയിലും പ്രതികരിച്ചതിന് നന്ദി. എല്ലാവിധ സപ്പോർട്ടും എന്റെയും ചാനലിന്റെയും ഭാഗത്തുനിന്നുണ്ടാവും. താങ്ക് യു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുകേഷ് നായർക്കെതിരെ ഒരു പോക്സോ കേസ് ഉയർന്നു വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു പോക്സോ കേസിൽപ്പെട്ട ഒരു വ്യക്തിക്ക്, ഒരു കുറ്റാരോപിതനായ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു. പണം വാങ്ങാനാണ്, അതായത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനാണ് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും അവരുടെ അമ്മയും ഒക്കെ ശ്രമിച്ചത് എന്നാണ് മുകേഷ് നായരുടെ ആരോപണം. അദ്ദേഹം കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയുടെ മുന്നിൽ ഹാജരാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാർക്ക് ഇപ്പോൾ ഭയമാണ്. കാരണം ഒരു ബസ്സിൽ കയറുകയോ അല്ലെങ്കിൽ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ, എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുകയല്ല, അത്തരത്തിലുള്ള ഒരു സ്ത്രീകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെയധികം ആശങ്കയുണ്ട്. എന്തായാലും ഈ ദീപകിന്റെ മരണം ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളുടെ അവസാന ഒരു സംഭവമായിരിക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ സ്ത്രീകളെ ചില പുരുഷന്മാർ ശല്യം ചെയ്തേക്കാം, തോണ്ടിയേക്കാം, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചേക്കാം. അത്തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവർ ആ സമയത്ത് പ്രതികരിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോണിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് അതൊരു തെളിവായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക. അതിനാണല്ലോ ഇവിടെ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. പോലീസിനെ സമീപിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക.
പക്ഷേ അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിയിങ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളോടൊപ്പമാണ് കാര്യമറിയാതെ പലരും നിൽക്കുന്നത് നിർഭാഗ്യവശാൽ. അത് ദീപകിൻ്റെയും മരണത്തോടെ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുകേഷ് നായരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹവും നാളെ ഈ ദീപകിൻ്റെ വീട്ടിൽ പോവുകയും ആ കുടുംബത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഡിയോ സംഭാഷണത്തിലേക്ക്. സാമ്പത്തികം മാത്രമല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾ റീച്ചും കൂടെ ലക്ഷ്യമിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി മറ്റേ തുണി വെക്കുന്ന അത് നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ബസ്സിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ കോർഡിനേറ്റ് ചെയ്ത രീതിയിൽ പ്ലാൻ ചെയ്ത് കയറുകയും അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കുകയും റീച്ച് കൂട്ടുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അത്തരം കുറ്റകൃത്യങ്ങൾ ഗൗരവമായി കണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മളുടെ മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. മെൻസ് കമ്മീഷനുമായിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഈ മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞത് ശക്തമായിട്ടുള്ള ഒരു നമ്മളുടെ ഒരു കൂട്ടായ്മ, എന്റെ ഈ കേസ് വന്നതിന് ശേഷമാണ് രാഹുലും ഞാനും കൂടെ വളരെ ശക്തമായിട്ട് നമ്മളുടെ വോളണ്ടറി ആയിട്ടുള്ള ടൈമും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ ദീപകിന്റെ വീട്ടില് ഞാൻ രാഹുലിനോട് പറഞ്ഞു, ആരും എന്നെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായമെങ്കിലും നിയമപരമായിട്ട് അവർക്ക് വക്കീലിനോണോ ഞാൻ വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം അവർക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാം. അപ്പൊ നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ആരുടെയും സഹായം ഞാൻ സ്വീകരിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമങ്ങളൊന്നുമില്ല. നമ്മൾ വോളണ്ടറി ഇപ്പൊ എത്രയോ പേർക്ക് നമ്മൾ സൗജന്യമായി വക്കീലന്മാരെ വെച്ച് കൊടുക്കാറുണ്ട്, നിയമസഹായങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സംഘടിതമായി ചെയ്യണമെങ്കിൽ സംഘടന രൂപീകരിക്കപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ബില്ല് നിയമസഭയിൽ വന്ന് അത് രൂപീകരിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഇതുപോലുള്ള ദീപക് ഒരുപാടുണ്ടാവും. പക്ഷേ ഞാൻ ദീപക്കിന് മുമ്പേ രക്തസാക്ഷി ആവേണ്ടിരുന്ന ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാഗത്ത് എനിക്ക് എന്നെ സാധൂകരിക്കാനുള്ള തെളിവുകൾ മതിയാവോളം എന്റെ അടുത്ത് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കത് പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പിടിച്ചു നിന്നത്. മനസ്സിലായില്ലേ? ദീപക്കിനെ പോലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് അത് ഒരുപക്ഷെ അങ്ങനെ ചെയ്യണമെന്നില്ല. ഞാൻ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത് കൊണ്ട് ഇതുപോലത്തെ ബോഡി ഷെയ്മിങ്ങും നെഗറ്റീവ് കമന്റ്സും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ വളർന്നു വന്നുകൊണ്ട് ഇതെന്നെ ബാധിക്കില്ല എന്നോ അല്ലെങ്കിൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്ക് ഒരുവിധം ധാരണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദീപകിന് മുമ്പേ രക്തസാക്ഷിയായിട്ട് മുകേഷ് നായർ എന്നുള്ള പേരിലായിരിക്കും വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്കത് തെളിയിച്ച് നിരപരാധിത്വം പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അത് ഞാൻ നേടിയെടുക്കുകയും ചെയ്തു. എന്റെ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പോലീസിന്റെ റിപ്പോർട്ട് അനുകൂലമായി വരികയും ഇനി കോടതിയിൽ നിന്ന് ഡിസ്ചാർജ് മാത്രം വളരെ എളുപ്പത്തിലല്ല എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ അതും കഴിയും. അതും കഴിഞ്ഞ് എഫ്ഐആർ ഘോഷിക്കാൻ ഞാൻ പോകുന്നില്ല സഹോദരൻ. കാരണം എഫ്ഐആർ ഘോഷിക്കേണ്ട കാര്യമില്ല. കാരണം പോലീസ് തന്നെ എഫ്ഐആർ ഇട്ട വകുപ്പുകളെല്ലാം മാറ്റിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡിസ്ചാർജിന് കോടതിയെ സമീപിച്ചിട്ടില്ല. ഞാൻ സമീപിച്ച ഉടൻ തന്നെ അത് പോകും. കാരണം സമീപിക്കാത്തതിന്റെ കാരണം ഈ പെൺകുട്ടി മറ്റ് വേറെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ തെളിവുകളുടെ ശേഖരണത്തിലായിരുന്നു. അതെല്ലാം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാമായിട്ട് ചേർന്നതിന് ശേഷം ഇത് വ്യാജ കേസാണ്, ഡിസ്ചാർജ് ആവുമ്പോൾ ഇത് വ്യാജ കേസാണെന്നുള്ള കാര്യത്തിൽ 100% സ്ഥിരീകരണമാവും. അപ്പോഴ് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയും അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ഞാൻ തീർച്ചയായിട്ടും നിയമ നടപടിക്ക് പോകും. അവരെ കൃത്യമായിട്ട് തീർച്ചയായിട്ടും അവർക്ക് കിട്ടേണ്ട മാക്സിമം പണിഷ്മെന്റ് ഞാൻ ഈ കേസിൽ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പോക്സോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള വകുപ്പുകൾ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു കോടതി നടപടി ഉണ്ടാകുകയും ചെയ്തത്. എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്താൽ അത് എന്തൊക്കെ വകുപ്പ് പ്രകാരമാണെങ്കിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് വാർത്തയാവുമ്പോൾ നാട്ടുകാരറിയും, വീട്ടുകാരറിയും, കൂട്ടുകാരറിയും, സോഷ്യൽ മീഡിയയിൽ മൊത്തം ആവും. പിന്നെ അയാൾ നിരപരാധി അല്ലെങ്കിൽ എന്റെ പോലീസ് റിപ്പോർട്ട് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞത് ആകെ വാർത്ത കൊടുത്തത് ഏഷ്യനെറ്റ് ന്യൂസ് മാത്രമാണ്. ബാക്കി ഒരു ചാനലും കൊടുത്തിട്ടില്ല. അപ്പം ഇത്രയും വാർത്ത കൊടുത്ത ചാനലുകളോ സോഷ്യൽ മീഡിയ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം എല്ലാവരും ആ മാധ്യമധർമ്മം കാണിക്കാറില്ല. ഇപ്പൊ എല്ലാവരും ഉത്തരവാദികളാണ്, ഒരുപോലെ ഉത്തരവാദികളാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരാൾ പ്രതിയാണെന്ന് പറഞ്ഞ് എഫ്ഐആർ ഇടുമ്പോൾ അയാൾ പ്രതി അല്ലെന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് അവർ അതേ പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുക്കണം. അത് അവർ ചെയ്യുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ എപ്പോഴാണ് കയ്യടി കൂടുതൽ കിട്ടുന്നത് ആ ഭാഗത്ത് മാത്രമേ നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ നിൽക്കാറുള്ളൂ. അതൊരു സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും. കാരണം നാളെ അവരുടെ ചാനലിലും അല്ലെങ്കിൽ അവരുടെ ആർക്കെങ്കിലും ഒക്കെ ഒരു വർദ്ധിത്വം. നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു അവതാരകനായിട്ടുള്ള അരുൺകുമാർ ഒരു പോക്സോ കേസിൽ പ്രതിയായിരുന്നു. അദ്ദേഹം വെർബലി എന്തോ ഒരു പെൺകുട്ടിയോട് കഴിഞ്ഞ യുവജനോത്സവ വേദിയിൽ എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. പറഞ്ഞു വരുമ്പോ അതൊരു പോക്സോ കേസാണ്.
മനസ്സിലായില്ല. അപ്പം അത്തരം രീതിയിലുള്ള അത് വലിയ വാർത്തയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പുള്ളി FIR കോഷ് ചെയ്തപ്പോ തീർച്ചയായിട്ടും അവര് തന്നെ അതേ പ്രാധാന്യത്തോടെ ആ വാർത്ത കൊടുക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് എന്റെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ ആൾക്കാരെ അറിയിക്കാൻ പറ്റൂ. ഞാനത് കഴിവിന്റെ പരമാവധി മാക്സിമം എല്ലാവരിലും എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഇതുപോലുള്ള വളരെ എളുപ്പമാണ് ഒരാളെ താറടിച്ച് കാണിക്കാനും, വളരെ എളുപ്പമാണ് ഒരാളെ ഇത് ചെയ്യാനും. പക്ഷെ അത് എങ്ങനെ ഫൈറ്റ് ചെയ്ത് പുറത്തു വരണം എന്നുള്ളതാണ്. ഇപ്പൊ ദീപക് ഭീരു ആയിരിക്കാം, പക്ഷെ ആത്മഹത്യ ചെയ്യാൻ അവനൊരു ധൈര്യം വേണം. മനസ്സിലായില്ലേ? എനിക്ക് ഒരു പക്ഷെ ആത്മഹത്യയുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ താങ്കൾ നാളെ ദീപകിന്റെ വീട്ടിൽ പോകുന്നുണ്ടോ നിങ്ങള്? നാളെ പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് രാത്രി തിരിക്കും. ഞാൻ രാഹുലും നാളെ രാവിലെ ദീപകിന്റെ വീട്ടിൽ എത്തി അവരെ കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും, നമ്മളിപ്പോ തൽക്കാലം ആദ്യ ഗഡുവായിട്ട് 1 ലക്ഷം രൂപ നമ്മളിപ്പോ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പോ നമ്മള് നാളെ കൈമാറുകയും ചെയ്യും. ശരി, ഓക്കെ, നന്ദി. പ്രതികരിച്ചതിന് നന്ദി. എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. വളരെ സന്തോഷം പ്രതികരിച്ചതിന്. തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു.